ഹേ ഗൈസ് ഇന്ന് ഞങ്ങളെ കൊണ്ടുത്തുന്ന നോമ്പ് തോറയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനാദ്യ സ്ഥലം തരാം. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പെരിയും കൂടി ഒന്നും ഇല്ലെന്ന്. ഒരു വൈബാണ്. അങ്ങനെ ഞങ്ങൾ എത്തിക്കണം ഈ പോയിന്റ് കരയാം. വീഡിയോ എടുക്കണ്ടെന്നല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ചെറുക്കം ഫുള്ള് പവറാണ്. ഇവന് മേലാണെങ്കിൽ പണി എടുക്കുന്നത് വീഡിയോയിൽ കാണിച്ചുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്ര കറക്റ്റ് ആയിട്ട് എടുത്തു. എനിക്ക് പിന്നെ വിയർപ്പിന്റെ അസുഖമല്ലോണ്ട് ഞാനൊന്നും തൊടാൻ നിന്ന്. ഞാൻ ഇവനെയും കൂട്ടി നമുക്കില്ല ലേറ്റ് എടുക്കാനാണ് പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് നമ്മൾ തൂക്കിടാലോ ഒന്നും സെറ്റ് ആയില്ല. പിന്നെ ഒന്നും നോക്കില്ല, നാട്ടിലെ വിയർ സോഡ് ഇരുന്ന സാധനമാണ് വാങ്ങി. അതും അവിടെ കൊടുത്ത് നേരെ എണ്ണക്കടി വാങ്ങാനാണ് പോകും. പിന്നെ മാമന്റെ പീഡിയായിട്ടാണ് ഒരു ഉളുപ്പില്ലാതെ കയറി പോകുന്നത്. മുമ്പോണെങ്കിൽ പിന്നെ ഇവിടെ എണ്ണക്കടിക്ക് പുടുത്തോട്ട് തിരക്കാം. നമ്മൾ നോക്കി നമുക്കുള്ളതായപ്പോൾ നമ്മളെടുത്ത് പോകും. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവര് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വെട്ടിക്കൂട്ടലേ. അതങ്ങനെയാണല്ലോ, നോമ്പില്ലാത്തോണ്ട് എല്ലാവർക്കും ഇതിന് ഭയങ്കര ഉസാറാണ്. ഇത് പിന്നെ ഇങ്ങനെ ഓരോ പോത്ത് റമദാൻ മാസം എന്നൊരു ബോധമല്ല, പോത്തിന് തിന്നാൻ കൊടുക്കും. ഇവരെ കണ്ടിട്ട് പള്ളിക്കത്തെ കാതി തരാനൊന്നും കരുതണ്ട. തുടങ്ങിയ മാറ്റാണ് ഈ കാണുന്നത്. ബാങ്ക് കൊടുക്കാനൊന്നും ഇവിടെ ഒഴിവില്ല. അപ്പൊ ഇങ്ങനെ തീറ്റോടെ തിന്നാനാണ് കിട്ടിയപ്പോൾ എരിത്തിരിക്കണോ മനസ്സിലാവണം കൂടിയില്ല. പിന്നെ ചങ്കത്ത് ഇറങ്ങാനൊന്നും ഒഴിവില്ല. അപ്പൊ ഇങ്ങനെ രണ്ടാൾക്കാരാണ് കയറുക. ഞങ്ങൾ ആദ്യം വിചാരിച്ച ഞങ്ങൾക്കില്ല പണിയാണ്. പിന്നെ മനസ്സിലായി നാട്ടിൽ ലഹരിയുടെ ഉപയോഗം തീരെ ഇല്ലാത്തതുകൊണ്ട് തെരഞ്ഞു വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ പുഴയിലിറങ്ങി ഒതുണ്ടാക്കി ഒരു നിസ്കാരമാണ് പാസ്സാക്കി. നിസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം പാട്ടും പാടിയിരുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചോറും ചമ്മണ് പൊട്ടിച്ചു. ഇരിക്കണവന്റെ വാപ്പയാണ് നമുക്ക് ഇന്നത്തെ പരിപാടിക്കുള്ള ഫുഡ് വെച്ചാൽ നിൽക്കണം. അത് നല്ല ചൂട് ബീഫ് ബിരിയാണി. അതുകൊണ്ട് തന്നെ ബീഫ്